അവിടെ നമ്മൾ പരിചയപ്പെടുന്നു. എന്നെ നിങ്ങൾ അറിയുകയും ഞാൻ നിങ്ങളെ അറിയുകയും ചെയ്യുക എന്നത് എത്ര സന്തോഷകരമായ കാര്യമാണ്. പരസ്പര സന്ദേശങ്ങൾ കൈമാറുകയും ആശംസിക്കുകയും ചെയ്താൽ എല്ലാവർക്കും സന്തോഷം തോന്നും, അല്ലേ? നോക്കൂ, ഈ കുഞ്ഞിത്തത്തയും അങ്ങനെ ആഗ്രഹിക്കുന്നു. സൗഹൃദം പൂത്തുലയുന്ന ഒരു സമൂഹത്തിന്റെ ശാന്തി എത്ര മഹത്തരമാണെന്ന് കൂട്ടുകാർ ചിന്തിക്കാറുണ്ടോ? ഇംഗ്ലീഷ് സാഹിത്യത്തിലെ പ്രതിഭാധനനായ ചാൾസ് ലാംബ് ഉപദേശിച്ചത് എന്തെന്നോ? ഒരു ദിവസം നിങ്ങൾ പുതിയൊരു പദം പഠിക്കുക, പുതിയൊരു സുഹൃത്തിനെ നേടിയെടുക്കുക. നോക്കൂ, തികച്ചും ലളിതമായ രണ്ടു കാര്യങ്ങൾ, എന്നാൽ നിസാരമെന്ന് കൂട്ടുകാർ ചിന്തിക്കുന്ന ഈ രണ്ടു കാര്യങ്ങളും ജീവിതത്തിൽ വിജയം നേടുന്നതിനുള്ള പ്രചോദനങ്ങളാണ്. അറിവിന്റെ അപാരമായ ശക്തിയും അതിനൊത്ത് പ്രശസ്തിയുമുണ്ടെങ്കിൽ ധൈര്യവും ആത്മവിശ്വാസവും ഉള്ളവരായി മാറാൻ നമുക്ക് കഴിയും. വായിച്ചും അനുഭവിച്ചും ധാരാളം കാര്യങ്ങൾ അറിഞ്ഞു വെക്കുകയും തുറന്ന മനസ്സോടെ ഓരോരോ വ്യക്തികളെ പരിചയപ്പെടുകയും ചെയ്താൽ എന്തൊരു സന്തോഷമായിരിക്കും നമുക്ക് അനുഭവപ്പെടുന്നത്. നമ്മുടെ സന്തോഷവും വിഷമങ്ങളും എല്ലാം പ്രിയപ്പെട്ടവരുമായി പങ്കുവെക്കുമ്പോൾ നമുക്ക് പ്രവർത്തിക്കാനും വിജയിക്കാനുമുള്ള പ്രചോദനം അല്ലെങ്കിൽ ശക്തി കിട്ടും. ഇങ്ങനെയൊക്കെ ജീവിതത്തെ മാറ്റിയെടുത്തപ്പോഴാണ് മഹൽ വ്യക്തികൾ ചരിത്രത്തിൽ ഇടം നേടിയത്. മഹാന്മാരുടെ അനുഭവങ്ങൾ നമ്മെ ചിന്തിപ്പിക്കുകയും പാഠങ്ങൾ ഉൾക്കൊള്ളാൻ പ്രേരിപ്പിക്കുകയും ചെയ്യുന്നവയാണ്. അവ നാം പഠിക്കുകയും ജീവിത വിജയത്തിനുള്ള ഊർജം സംഭരിക്കുകയും വേണം. ഈ കുഞ്ഞിത്തത്തയുടെ വിഷമം എന്തെന്ന് കൂട്ടുകാർക്കറിയണ്ടേ? നാം കൂട്ടുകാർ അധികം മിണ്ടുന്നോ പറയുന്നോ ഇല്ല. കാണുമ്പോൾ ഒരു ഹായ് പറയും, പിരിയുമ്പോൾ ഒരു ബൈ പറയും. അന്യരെ അറിയാനോ അന്യർ നമ്മെ അറിയാനോ നാം ആഗ്രഹിക്കാറില്ല. സ്വാർത്ഥതയുടെ അച്ചുകൂടിനുള്ളിൽ എല്ലാം സുരക്ഷിതമെന്ന് നാം വിശ്വസിക്കുന്നു. നമ്മുടെ മനസ്സ് കൂടുതൽ കൂടുതൽ ചുരുങ്ങുകയും ശാന്തിയും സമാധാനവും ഇല്ലാതാകുകയും ചെയ്യുന്നു. ചിന്തിക്കാനും പ്രവർത്തിക്കാനുമുള്ള കഴിവും കുറഞ്ഞു കുറഞ്ഞു വരും. എന്നാൽ അന്യരുമായി കൂടുതൽ സൗഹാർദ്ദം പുലർത്തുമ്പോൾ വെള്ളവും വളവും കാറ്റും വെളിച്ചവും ഏറെ ലഭിക്കുന്ന ഒരു ഫലവൃക്ഷം പോലെ നമുക്കും മറ്റുള്ളവർക്കും സന്തോഷം പകർന്ന് വളർന്ന് പന്തലിക്കാനും നമുക്ക് കഴിയും. കേവലം ഒരു വ്യക്തിയായ നാം അംഗീകരിക്കപ്പെടുകയും മറ്റുള്ളവരാൽ സ്വീകരിക്കപ്പെടുകയും ചെയ്യും. പഴയ കാലമാണോ പുതിയ കാലമാണോ ഈ കുഞ്ഞിത്തത്തയ്ക്ക് ഇഷ്ടമെന്ന് കൂട്ടുകാർ ചോദിക്കുകയാണെങ്കിൽ ഈ കുഞ്ഞിത്തത്ത പറയും പഴയ കാലമാണെന്ന്. എന്താ കാരണമെന്ന് കൂട്ടുകാർക്കറിയണ്ടേ? എല്ലാ കൂട്ടുകാരും ഈ കുഞ്ഞിത്തത്ത പറയുന്നത് താല്പര്യത്തോടെ കേൾക്കുന്നുണ്ടല്ലോ. മുമ്പൊക്കെ എത്ര വിരുന്നുകാരെത്തിയിരുന്ന നമ്മുടെ വീടുകളിൽ ചായയും പലഹാരങ്ങളോടൊപ്പം സൗഹൃദം ഊട്ടി ഉറപ്പിക്കുന്ന സംഭാഷണങ്ങളും തമാശ പറച്ചിലും പാട്ടും കൂത്തുമായി കഴിഞ്ഞിരുന്ന ആ ബാല്യകാലത്തെ പറ്റി ഏകയായി ഇരിക്കുമ്പോഴൊക്കെ ഈ കുഞ്ഞിത്തത്ത അങ്ങനെ ഓർത്തുപോകും. കുഞ്ഞുനാളിലെ സന്തോഷകരമായ ആ വേളകൾ തിരികെ കൊണ്ടുവരാൻ നാം മനസ്സ് വെക്കണം. തോളിൽ കൈകളിട്ട് തോടും മേടും പുഴക്കരയും വയലേലകളും കടന്നുപോയ സൗഹൃദം തിരിച്ചു വരില്ലേ? അല്ലെങ്കിൽ കുഞ്ഞിത്തത്ത എന്തിനാ ഇങ്ങനെയൊക്കെ വാചകമടിക്കുന്നത്? ആർക്കും ഉപദേശങ്ങൾ കേൾക്കാനോ സ്വീകരിക്കാനോ സമയമില്ലാത്ത കാലമല്ലേ ഇത്? നീയാരടാ എന്നെ ഉപദേശിക്കാൻ എന്ന് കൂട്ടുകാർ തമ്മിൽ പറയുന്നത് കേട്ടിട്ടില്ലേ? നല്ലത് കേൾക്കാനുള്ള സന്മനസ് കൂടി നഷ്ടപ്പെട്ടാൽ നമ്മുടെ വ്യക്തിത്വത്തിന് എന്ത് ഗുണമാണുള്ളത്? ആരെയും അനുസരിക്കാത്തവൻ, അഹങ്കാരി, തോന്നിയ പോലെ ചെയ്യുന്നവൻ എന്ന വിശേഷണങ്ങൾ നമുക്ക് ചേർന്നതാണെന്ന് തോന്നുന്നുണ്ടോ? നാം എല്ലാവരും നല്ലവരാകാൻ ആഗ്രഹിക്കുന്നവരാണ്. എന്നാൽ നമ്മെ വഷളാക്കുന്ന സാഹചര്യങ്ങളെ തിരിച്ചറിയാൻ കഴിയാത്തതാണ് നമ്മുടെ പരാജയം. നോക്കൂ കൂട്ടുകാരെ, ഒരു മോഷ്ടാവ് പോലും യഥാർത്ഥത്തിൽ ഒരു മോഷ്ടാവ് ആകാൻ ആഗ്രഹിക്കുന്നില്ല. കള്ളന്റെ മകൻ കള്ളനായി വളർത്താൻ കള്ളൻ ആഗ്രഹിക്കുമോ? തെറ്റായ ചിന്തയുടെയും തെറ്റായ ജീവിത രീതിയുടെയും സമ്മർദ്ദങ്ങളിൽ അകപ്പെട്ട
പരാജയപ്പെടുമ്പോഴാണ് നാം തെറ്റുകൾ ചെയ്യുന്നത്. തെറ്റ് ചെയ്യുന്ന ഒരാൾക്ക് പോലും താൻ ചെയ്യുന്നത് ശരിയല്ല എന്ന ബോധ്യമുണ്ട്. എന്നാൽ തിരുത്താനുള്ള മനസ്സിനെ അയാൾ അടച്ചു വെക്കുന്നു. മനസ്സ് തുറക്കുകയും ചിന്തിക്കുകയും ചെയ്താൽ തനിക്ക് മാറാനും സ്വീകാര്യമായ രീതിയിൽ വിജയിക്കാനും കഴിയും. ആ അവസരങ്ങളെ നാം കാണാതെ പോകുന്നതാണ് നാം വിജയിക്കാതിരിക്കാനും തെറ്റുകൾ ആവർത്തിക്കാനുമുള്ള കാരണം. നാം തെറ്റുകൾ ചെയ്യുന്നതിൻ്റെ കാരണം ധർമ്മശാസ്ത്രങ്ങളും മതങ്ങളും തത്വശാസ്ത്രങ്ങളും പിഴച്ചതുകൊണ്ടല്ല. തെറ്റുപറ്റിയത് തെറ്റു ചെയ്യുന്നവർക്ക് തന്നെയാണ്. ദർശനങ്ങൾക്കോ വീക്ഷണങ്ങൾക്കോ പ്രത്യയശാസ്ത്രങ്ങൾക്കോ അല്ല. എപ്പോഴും നല്ല കാര്യങ്ങൾ ചെയ്യണമെന്നും നേട്ടങ്ങൾ കൈവരിക്കണമെന്നുമുള്ള ആഗ്രഹത്തോടെ പ്രവർത്തിച്ചു നോക്കൂ. വിജയം ഒന്നൊന്നായി നമ്മെ തേടിയെത്തുന്നതായി കാണാം. എല്ലാ കൂട്ടുകാർക്കും ഈ കുഞ്ഞിത്തത്തയുടെ വിജയാശംസകൾ. കൂടുതൽ വിശേഷങ്ങളുമായി ഈ കുഞ്ഞിത്തത്ത ഇനിയും വരും. അതുവരെ വിട.